ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സമയം 4 മണിയായിട്ടുണ്ട് കേട്ടോ. പോത്തുകളെ അഴിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ പോത്തപ്പന്മാരിൻ്റെ വീഡിയോ അങ്ങനെ എടുക്കാറില്ലല്ലോ. അപ്പോൾ പോത്തപ്പന്മാർ ഇതാ മേയുന്നുണ്ട് കേട്ടോ. മേയാനൊന്നുമില്ല, എന്നാലും ഒരു ഉള്ള ഉണക്കിയൊക്കെ കടിച്ച് പറിക്കുന്നുണ്ട് കേട്ടോ. ഇവരിതിൻ്റെ ഉള്ളിൽ കൂടെ പോയി അപ്പുറത്തോടെയൊക്കെ വരും. അതുകൊണ്ട് ഇവന്മാർ നമുക്ക് താഴത്തോട്ടാക്കണം കേട്ടോ. താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പോത്തുകളും അല്ലെങ്കിൽ നമ്മുടെ പശുക്കളും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവരെന്തൊക്കെയോ കിട്ടണതൊക്കെ കറുപ്പി തിന്നെയാണ്, കാരണം മേയാനൊന്നും ഇല്ലാത്തതുകൊണ്ട്. അവന്മാർ ഇവിടെ മേയട്ടെ. അപ്പോൾ നമ്മുടെ പശുക്കളിനെ ഇവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇതാ കണ്ട നമ്മുടെ കുഞ്ഞു പശു ഇവിടെ നിൽക്കുന്നുണ്ട്, അമ്മു പശു അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാ കുഞ്ഞു പശുവിന് ഇവിടെയും കെട്ടിയിട്ടുണ്ട്. പിള്ളേരതാ നിൽക്കുന്നുണ്ട. അപ്പോൾ നമ്മുടെ കുഞ്ഞു പശു എന്താണ് മേയാനൊന്നുമില്ല, വെറുതെ എങ്ങനെ നിൽക്കുന്നുണ്ട്. മേയാനൊന്നുമില്ല. അമ്മു പശു എന്തൊക്കെയോ മേയുന്നുണ്ട് കേട്ടോ. ഇവിടെ മേയാനൊന്നും അങ്ങനെ ഇല്ല, കാരണം ഇവിടെ ഫുൾ ഡ്രൈ ആയി, ഇവിടെ ഉണങ്ങി കിടക്കുന്നുണ്ട. ഇനിയിപ്പോൾ മഴയൊക്കെ ആയാലാണ് നന്നായിട്ട് അവയ്ക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് കനാൽ വെള്ളം വന്നതിൻ്റെ വെള്ളമാണ് കേട്ടോ. ഇവിടെ കുഴികളുണ്ട്. മുമ്പ് എന്തോ JCB മണ്ണെടുത്ത കുഴികളാണ്. അപ്പോൾ കനാൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് വെള്ളം ഉറങ്ങും കേട്ടോ. നമ്മുടെ പോത്തുക്കുട്ടന്മാരെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. ഞാൻ വേഗം പോയിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് പറ്റി. പിള്ളേരൊന്നും ഇവിടെ ഇല്ല, എല്ലാവരും തോട്ടിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അപ്പൂ കളിക്കാൻ പോയിട്ട് വന്നിട്ടില്ല. പോത്തപ്പന്മാർ ഇവിടെ നിൽക്കട്ടെ കേട്ടോ. നമുക്ക് പോയിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് വേഗം വരാം കേട്ടോ. മേയണമൊന്നും ഇല്ലാണ്ട് ഇവിടെ തന്നെ നിൽക്കണം. പോടാ ഓരോന്നും കൊടുത്താലേ പോകുള്ളൂ കേട്ടോ. എനിക്കാണെങ്കിൽ ഈ കാടിൻ്റെ ഉള്ളിൽ പോകാനാണ് ഇപ്പോൾ പേടിയാണ്. അപ്പോൾ ആണെങ്കിൽ എല്ലാ കാടും എത്തിയിട്ട് വരും. എനിക്ക് ഭയങ്കര പേടിയാണ് ഗായ്സ് നിർത്തി കൂട്ടുകാർ. ക്യാറ്റ് അമ്മയൊരു മീൻ അധികം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ച് നേരം ഇരിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇവന്മാരിൻ്റെ പുറകെ നടക്കുന്നത്. ഇവന്മാരാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കുകയാണ്, മേയാണ്ട് 3 ആളും കൂടെ ഇടിയും കുത്തും കൂടിയിട്ടൊക്കെ. അപ്പം അങ്ങനെ അവന്മാർ കളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു പശുവും മിണ്ടാണ്ട് അവിടെ കിടക്കുന്നുണ്ട്. ഇനി അപ്പൂ വന്നിട്ട് വേണം നമുക്ക് വൈക്കോലെടുക്കാൻ പോകാൻ വേണ്ടിയിട്ട്. 10 വൈക്കോലെടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഒരുത്തം വെള്ളത്തിലോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അതാ വെള്ളം കുടിക്കുകയാണ്. 2 അവന്മാർ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി പാവന്മാരും വന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങും. വേണ്ട വെള്ളം. അപ്പോൾ നമ്മുടെ കുട്ടന്മാരിനെ ഞാൻ വെള്ളത്തിലോട്ട് തല്ലി ഇറക്കിയിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൽ ചില സമയത്ത് നല്ലോണം കിടക്കും, ചില സമയത്ത് കിടക്കുകയില്ല കേട്ടോ. വേണ്ട വെള്ളത്തിൽ നിൽക്കുന്നത്. ഇനി വെള്ളത്തിലിറങ്ങി കുറച്ച് നേരം നീരിടന്നിട്ട് അതാ പശുക്കുട്ടി പെണിച്ച് നിൽക്കുന്നുണ്ട്. നമ്മുടെ അമ്മു പശു വേണ്ട, അമ്മു പശു നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നും ഇവർക്ക് 2 ആൾക്കും പറ്റിയില്ല. ഇപ്പോൾ വെള്ളത്തിലിറങ്ങിയിട്ടാണ് ഒരു വളമൊക്കെ ഇട്ട് വയ്ക്കുന്നത്. അവനതാ മേലെ കൂടെ നടന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പോത്തപ്പന്മാരിൻ്റെ ഓരോ കാര്യങ്ങൾ. ഇതിനിവിടെ വിട്ടാൽ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ്. പോടാ നമ്മുടെ 3 പോത്തപ്പന്മാർ നിരന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അതാണ്ട നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. ഇവരെ കുളിപ്പിക്കൊന്നും വേണ്ട, ഇവരിങ്ങനെ കിടന്നെണിച്ചാൽ തന്നെ കുതിർന്ന് പോകും കേട്ടോ. പിന്നെ പോത്തപ്പന്മാർ വെള്ളത്തിൽ നിന്ന് കയറിയിട്ടതാ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ പശുവിനെ നമ്മൾ അഴിച്ച് മാറ്റി കെട്ടിയതാണ്. പോമാർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മേയട്ടെ കേട്ടോ. കുഞ്ഞു പശുവിനെ അയച്ചത് അവിടെ കൊണ്ട് കെട്ടി. അമ്മ പശുവിനെ ഇവിടെയും കെട്ടിയിട്ടാ. അവൾക്ക് എത്തനുള്ള വെള്ളം അഴിച്ച് നമുക്കത് അവിടെ കൊണ്ട് കെട്ടാം. നമുക്കിടെ അമ്മ കയറയച്ച് തരാം കേട്ടോ. അങ്ങോട്ട് കിടക്ക്, അങ്ങോട്ട് പോടി അമ്മോ. അമ്മൂന് ഭയങ്കര പേടിയാണ് ഇല്ലാത്ത. ഇവിടെ ഒന്ന് മീന് അവളവിടെ മേയ്ക്ക്. നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണ്ട, അവളവിടെ മേഞ്ഞോട്ടെ. അപ്പോൾ അതവിടെ പിള്ളേർ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പശുക്കളും പോത്തുകളൊക്കെ തന്നെ മേയുകയാണ്. പിന്നെ ഈ ബാഡ് കമൻറ്റ്സ് പറയുന്നവർ പറയുകയും ചെയ്യും. അവരെ നമ്മൾ അത്ര തിരുത്തിയും കാര്യമില്ല. ശരിക്കും നിങ്ങൾ പറയുന്ന പോലെ റിയാക്ട് ചെയ്യാണ്ടിരിക്കുന്നത് നല്ലത്. കാരണം റിയാക്ട് ചെയ്തിട്ടും ഒരു കാര്യമൊന്നുമില്ല. അവന്മാരുടെ മൈൻഡ് സെറ്റും ഇതൊന്നും മാറാനൊന്നും പോകുന്നില്ല. പക്ഷേ നമ്മൾ കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. പറയണവന്മാർക്കുള്ള നല്ല തക്കതായ മറുപടി കൊടുക്കാം. എൻ്റെ അഭിപ്രായത്തിൽ അത്രയും മോശമായിട്ടുള്ളവന്മാരൊക്കെ ജീവിക്കുന്നതേ വേസ്റ്റാണെന്ന് ചിന്തിക്കുന്നൊരു ആളാട്ടോ ഞാൻ. കാരണം പെൺകുട്ടികളല്ലെങ്കിൽ അമ്മമാരും പെങ്ങന്മാരൊക്കെ തിരിച്ചറിയാത്തവന്മാരൊക്കെ എന്തിനാണ് ഈ സമൂഹത്തിൽ ജീവിക്കണമെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. കുറേ യൂട്യൂബേഴ്സ് ആയാലും അല്ലെങ്കിൽ കുറേ ആൾക്കാരായാലും പറയാനായിട്ടുണ്ട്. അവൻ്റെ ജോലി സ്ഥലത്തായാലും അല്ലെങ്കിൽ ഇതുപോലെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴായാലും അവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇതുപോലുള്ളവന്മാരിൻ്റെ പെരുമാറ്റവും വർത്തമാന രീതികളൊക്കെയാണ്. അതും ഈ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ടിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവന്മാർക്കൊക്കെയുള്ള നല്ല മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ മാറ്റിക്കെട്ടാട്ടോ. അപ്പോൾ ഇവിടെ മേയട്ടെ. ഞാൻ ഇവിടെ കെട്ടിയിടാൻ പോകണം. അപ്പോൾ അമ്മൂന്ന് ഇവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പേടിച്ച് അവളാകെ വെപ്രാളം കൊണ്ട് പോകുന്നുണ്ട്. ഇത് പുഴങ്ങി പോകുന്നു കെട്ടിയിട്ട്. ലോക്ക്ഡ്. അപ്പം ഇനിയിപ്പോൾ അവൾ ഇവിടെ മേട്ട് ഇത്ര നേരം അവിടെ ആ സൈഡായിട്ടാണ് കിട്ടിയിട്ടത്. അവൾക്ക് ഇവിടെ ഒന്നും എത്തില്ലായിരുന്നു. ഇപ്പോൾ
അപ്പോൾ മാറ്റി മാറ്റി കെട്ടിയാലേ അവർക്ക് എന്തെങ്കിലും കുറച്ച് മേയാൻ പറ്റുള്ളൂ. അവിടെ പിള്ളേർ കളിക്കുകയാണ് കേട്ടോ. ഇവരുള്ളത് കൊണ്ട് എനിക്കിപ്പോൾ പശുവിൻ്റെയും പോത്തിൻ്റെയും ഒക്കെ ബാക്കിൽ ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. ഇവരില്ലാന്നുണ്ടെങ്കിൽ അപ്പും കൂടി ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ അപ്പും ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടെ നോക്കും. അപ്പു എവിടേക്കെങ്കിലും പുറത്ത് പോയി ഇനിയിപ്പോൾ വീട്ടിലാരും ഇല്ല മിക്കുവിനെ നോക്കാനൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോത്തിനൊന്നും അഴിച്ചു വിടാറില്ല കേട്ടോ. ഇന്ന് പിന്നെ വർക്കുള്ളത് കൊണ്ട് നമ്മൾ അഴിച്ചു വിട്ടു. നമ്മൾ വീഡിയോ ചെയ്യുന്നതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾക്കറിയില്ല എന്തൊക്കെ മിസ്റ്റേക്കാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോസിലെന്ന്. നമ്മൾ നല്ല രീതിക്ക് തന്നെയാണ് വീഡിയോസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അങ്ങനെ നല്ല എഡിറ്റിങ് കാര്യങ്ങളൊന്നും അറിയില്ല. നമുക്ക് അറിയുന്ന രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ പോത്ത് ജീവിതമാണ് ആദ്യം നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് ആദ്യം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് പോത്തുകളായിരുന്നു. അപ്പോൾ പോത്തുകൾ മേടിച്ചതിന് ശേഷമാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് നമ്മുടെ പോത്ത് ജീവിതം. പിന്നെ നമ്മൾ പശുക്കൾ മേടിച്ചു. അപ്പോൾ പശു ജീവിതം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പശുവിനെ പാല് കറക്കുന്നത്, അതുപോലെ പശുക്കൾക്ക് പകിടും വീക്കം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ അവർക്ക് ഏത് രീതിയിലുള്ള തീറ്റ കൊടുത്താൽ നമുക്ക് പാല് കിട്ടും, അതുപോലെ പോത്തിനെ നമുക്ക് എത്ര പെട്ടെന്ന് വളർത്തിയെടുക്കാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യാം. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിരിക്കും. ബൈ.